സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നിന്ന തൊടുപുഴ അതേ കോളേജിൽ തന്നെയാണ് അൽ അസർ കോളേജ്. ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കോഴ്സുകളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണിത്. ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് സീനിയർ കുട്ടികളാണെങ്കിൽ ഇപ്രാവശ്യം അവരെ ജൂനിയർ കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത്. അവരിങ്ങനെ രക്തത്തിളപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് ഒന്ന് നോക്കാം. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. മനോഹരമായ പാട്ടും മനോഹരമായ സ്ക്രിപ്റ്റും അതിലുപരി മനോഹരമായ ആക്ടിങ്ങും കൊണ്ട് മികവേറിയ ഒരു സിനിമയാണ് ചാന്തുപുട്ട്. അത് ശരിക്കും താരനിരകളിൽ നിൽക്കുന്ന ആരും അങ്ങനെ പെട്ടെന്ന് കയറി കൈവെക്കാത്ത ഒരു കഥാപാത്രമാണ് ദിലീപേട്ടൻ കൈവച്ചിരിക്കുന്നത്. മനോഹരമായി തന്നെ അദ്ദേഹം ചെയ്തു. ഈ ക്യാരക്ടർ കഴിഞ്ഞിട്ടും ആ ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടു പോയില്ല എന്നാണ് അന്ന് മഞ്ജുവൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇത് ശരിക്കും ഒരു വലിയ ലെങ്തി ഡയലോഗാണ്. ഇപ്പം ഈ റോസിയോട് ദിലീപേട്ടൻ ചെയ്ത ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം വലിയ ഡയലോഗ് കൊടുത്തിട്ട് അവർ വളരെ ചലഞ്ചായിട്ട് അത് പറയാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് കുട്ടികൾ. അത് അവരെങ്ങനെ അതിനെ ഡെലിവറി ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അല്ല സർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ കണ്ടില് ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുകയാണ് ഇവരൊക്കെ. ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ. ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. അതിൽ ഒരാളെ ഞാൻ കാണുന്നുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് എടുക്കാൻ കാര്യം അദ്ദേഹത്തിന് ഫസ്റ്റ് വേണമെന്നൊരു ഒരേ കരച്ചിലായിരുന്നു. നോക്കാം അദ്ദേഹം എന്താണെന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു സുന്ദരിയായ കുട്ടിയെ ഞാൻ വിളിക്കുകയാണ്. വളരെ പാട്ടുപാടാനൊക്കെ കഴിവുള്ള ആ കുട്ടിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. വരും മോളെ പ്ലീസ്. യെസ് സ്നേഹ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. എവിടെയാണ്? നാളെ എവിടെയാണ്? പാലക്കാട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ഇയർ ആയിരുന്നു, BDS. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാട്ടിലോട്ട് തുടങ്ങിക്കളയാം. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര്, കനവിലൊരോമൽ കുളിര്, ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്, ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. അടിപൊളി, വളരെ നല്ല രീതിയിൽ പാടി, വളരെ മനോഹരമായ. ഏത് സിനിമയിലെ പാട്ടായിരുന്നു ഇത്? ബൈസൈക്കിൾ തീസിലോ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി, ആക്ഷൻ. റോസിക്ക് എന്റെ സ്വഭാവം പ്രവർത്തികളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ റോസി ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ചട്ടയും മുണ്ടെടുത്തിട്ടത്. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. പ്രാന്തുള്ള ഒരു സ്ത്രീക്ക് സന്തോഷം കൊടുത്തത് ഇത്ര വില തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പ്രാന്ത് മൂത്ത് അത് ഹാർട്ടിനെ ബാധിച്ച് കരളിനെ ബാധിച്ചാൽ? അല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ റോസി ഇവിടെ എന്നെ ആയിട്ട് പീഡിപ്പിക്കുകയല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ജോൺ ഫീയുടെ ഡ്രസ്സ് എടുത്തു തരാൻ റെഡി പറഞ്ഞിട്ടും അത് താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? റോസിക്ക് എന്റെ സ്വഭാവം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ റോസി ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പൊക്കോ. റോസിക്ക് അറിയാമോ, അമ്മമ്മ പറഞ്ഞിട്ടാ ഞാൻ ഈ ചട്ടയും മുണ്ടും എടുത്തിട്ടത്. പ്രാന്തുള്ളൊരു സ്ത്രീക്ക് സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പ്രാന്ത് മൂത്ത് ഹാർട്ട് അറ്റാക്ക് ആയി അത് കരളിനെ ബാധിച്ചാൽ? കഷ്ടപ്പെട്ടത് വെറുതെ. ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ റോസി എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ജോൺ ഫീയുടെ ഡ്രസ്സ് ഫ്രെഡി എടുത്തു തരാൻ പറഞ്ഞു. അത് റോസി എനിക്ക് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജോൺ ഫീയുടെ ഡ്രസ്സ്
ജോൺഫിയുടെ ഡ്രസ്സ് ഫ്രെഡ് എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ അത് റോസി തന്നോ? എന്നെ ഒരു ബ്രദറായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ തനിക്ക് എന്നെ ഒരു സിസ്റ്ററായി കണ്ടുകൂടെ? അല്ലെങ്കിൽ ഇതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണമെങ്കിലും എന്നെ ഇട്ട് തട്ടിക്കളിക്കാം. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണം റോസിയാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. എന്താണ് പേര്? സിദ്ധാർത്ഥ്. എവിടുന്നാണ്? എവിടെയാണ്? ഇവിടെ ഇതിനാ പഠിക്കുന്നത്? പാട്ട് പാടുവോ? ഇല്ല, ആക്ടിങ്, ഓൺലി ആക്ടിങ് ആണ്. ഓക്കെ. സിനിമ കണ്ടാണോ അത്? ഇവിടെ അല്ലേ ആക്ച്വലി? ഇവിടെ അല്ലേ നിൽക്കുന്നത്? ഓക്കെ അല്ലേ? വെള്ളം വേണം? റെഡി, ആക്ഷൻ. എന്താണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ടോൺ കഴിക്കുന്നുണ്ട് ബോസ്. ഒരു വെറൈറ്റി ആക്ടിംഗ് ആണ് ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റെഡി, ആക്ഷൻ. റോസിക്ക് എന്റെ സ്വഭാവം പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസി എവിടെ നിന്ന് എങ്ങോട്ടേലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മാമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചട്ടയും കൊണ്ടെടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ള സ്ത്രീക്ക് അല്പം സമാധാനം കൊടുത്തത് ഇത്രയും വലിയ തെറ്റായിപ്പോയോ? അവർക്ക് എന്ത് സംഭവിച്ചത്? അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അല്ല. എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? അമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന് ഭ്രാന്ത് കൂടി ഹാർട്ട് അറ്റാക്ക് വന്ന് കരളിലെങ്ങാനും ബാധിച്ച, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വന്നപ്പോ തൊട്ട് റോസിക്ക് എന്നെ കണ്ടുകൂടല്ലോ. വന്നപ്പോ തൊട്ട് റോസി എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. ഇങ്ങനെയൊക്കെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്ത് ഫ്രെഡിക്ക് കൊടുക്കാൻ പറഞ്ഞു. റോസി ജോൺഫിയുടെ ഡ്രസ്സ് എടുത്ത് ഫ്രെഡ് തരാൻ പറഞ്ഞപ്പോ റോസി അത് എനിക്ക് തന്നോ? നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. എന്നൊരു ബ്രദറെ കാണാൻ പറ്റിയില്ലെങ്കിലും എന്നൊരു സിസ്റ്ററെങ്കിലും കണ്ടുകൂടെ? അല്ലെങ്കിൽ ഞാൻ ഒരു അനാഥയാണല്ലോ, എന്നെ ആർക്ക് വേണമെങ്കിലും വിട്ടിട്ട് തട്ടിക്കളിക്കാമല്ലോ. ഇനി എന്തെങ്കിലും കുത്തൊക്കെ പറഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും കടുങ്കയോ ചെയ്ത് റോസിയുടെ പേരങ്ങ് എഴുതി വെക്കും. അല്ല, അർത്ഥം അങ്ങനെയല്ലേ? ഇനി എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയുകയാണെങ്കിൽ റോസിയുടെ പേര് എഴുതി വെച്ച് ഞാൻ എന്തെങ്കിലും കടുങ്കയോ ചെയ്ത് കളയും. എന്തായിരുന്നു ആ മുന്നേറ്റ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ഒരു അപ്രാംശം, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തോന്നിയ ആ ഒരു വികാരത്തെ എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക? ആ ഒരു ദൃണ്യത. നന്ദന. നന്ദന എവിടെയാ? നന്ദന കൊല്ലത്താണോ? ഓക്കെ. കൊല്ലത്ത് എവിടെ? കൊല്ലം അഞ്ചൽ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ BDS. ഓക്കെ. അപ്പോൾ പറ്റുമെങ്കിൽ ആ സ്ലാങ്ങിൽ തന്നെ പറഞ്ഞ് ആക്ടിംഗ് ഒക്കെ ചെയ്ത് പറഞ്ഞാൽ പ്രൈസ് നിങ്ങൾക്കായിരിക്കും. റെഡി, ആക്ഷൻ. റോസിക്ക് എന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസി ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പൊക്കോ. റോസിക്ക് അറിയാമോ, അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചട്ടയും മുണ്ടും എടുത്തിട്ടത്. ഭ്രാന്തുള്ള സ്ത്രീക്ക് ഒരു അല്പം സന്തോഷം കിട്ടുമെന്ന് വെച്ചോണ്ട് മാത്രം ഞാൻ ചെയ്തത്. അല്ലേ ഞാനിത് കാണും ആക്ഷനും ഒക്കെ നന്നായിരുന്നു. ഇത് വേറെ കാര്യമായിരുന്നേ. റോസിക്ക് എന്നെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസി വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പൊക്കോ. റോസിക്ക് അറിയാം, അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ ചട്ടയും മുണ്ടും എടുത്തിട്ടത്. ഭ്രാന്തുള്ള ഒരു സ്ത്രീക്ക് ഒരു സ്വല്പം സന്തോഷം കിട്ടിക്കൊണ്ടെന്ന് വെച്ചപ്പോ, അല്ലെങ്കിൽ അമ്മാമ്മയ്ക്ക് ഭ്രാന്തം കാണും കൂടിപ്പോയി ഹാർട്ട് അറ്റാക്ക് കാണും വന്ന് കരളെ ബാധിച്ചാലോ? ഞാനിവിടെ വന്നപ്പോ തൊട്ട് റോസി എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. ജോൺഫിയുടെ ഡ്രസ്സ് എടുത്ത് തരാൻ പറഞ്ഞ ഫ്രെഡ് പറഞ്ഞിട്ട് റോസി അതെനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറെ കാണാൻ പറ്റത്തില്ല, എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടോ? ഞാനൊരു അനാഥയായിട്ട് ആയോണ്ടല്ലേ എന്നെ ഇട്ടിട്ട് തട്ടി കളിക്കുന്നത്. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ റോസിയുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്തോളെ. എങ്ങനെ ഉണ്ടോ? കറക്റ്റ് അല്ലേ? അതാണ് കുഞ്ഞച്ചൻ. അപ്പോ ഇനി പാടാൻ കൂടെ കഴിവുള്ള ഒരാളെയാണ് വിളിക്കാൻ പോകുന്നത്. മോനെ പാടാ. വന്ന സമയം മുതൽ എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നതാണ് രാവിലെ മുതൽ, അല്ലേ? ബിഗ് ബോസ് വന്നപ്പോ തൊട്ടേ ഞാനത് കാണുന്നുണ്ട്. സുന്ദരാ
നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. അപ്പൊ പേരെന്തായിരുന്നു? ഡിജോ. ഡിജോ, നല്ല നെയിമാണ്. ഏതിനാ അവിടെ പഠിക്കുന്നത്? BDS ഫൈനൽ ഇയർ. ഓക്കെ. അപ്പം ഡിജോ മനോഹരമായ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അത് എനിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തെന്ന് ഞാൻ കൂട്ടിക്കോളാം. പാടും. സ്വപ്പം മ്യൂസിക് കേൾക്കാം. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിനു ഇനിയൊരു പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. അഴകെ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും നിഞ്ചാരേ. എൻ്റെ കൽവിൽ നീയാണ്, നിന്റെ ഹൃദയം എനിക്കാണ്, എന്നെ വിട്ട് പോകാതെ ഫാത്തിമ. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. ഏറ്റവും രസകരമായിട്ട് ആ ലാൻഡിങ് ആണ് അതിനകത്ത് ഏറ്റവും രസകരം. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഇക്ക വരുന്നത് പഠിച്ചാണ്. ഏതായാലും നല്ലൊരു കയ്യടി കൊടുക്കുക. നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഡിജോ. അപ്പോൾ ഡിജോ, നമുക്ക് അടുത്ത ആക്ടിങ്ങിലേക്ക് കിടക്കാം ഇല്ലേ? കട്ടണം. കട്ട് വേണം. തുടങ്ങുക വരുന്നതിന് മുമ്പേ എൻ്റെ കട്ട് വേണം. നോക്കണം, സ്ക്രിപ്റ്റ് നോക്കണം. വേണ്ട. റെഡി, ആക്ഷൻ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവൃത്തികളും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസി ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ. റോസിക്ക് അറിയോ, അമ്മാവൻ പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഈ ചട്ടയും മുണ്ടും എടുത്തിട്ടത്. പ്രാന്തുള്ള ഒരു സ്ത്രീ, പ്രാന്തുള്ള ഒരു സ്ത്രീ പറഞ്ഞ് അതനുസരിച്ചില്ലെങ്കിൽ ഇനി അവർക്ക് പ്രാന്ത് കൂടി ഹാർട്ടിനെ ബാധിച്ച് കരളിന് എന്തെങ്കിലും പറ്റിയാലോ? അല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് റോസി എന്നെ ഇട്ട് പീഡിപ്പിക്കുക. എന്നോട് ഇങ്ങനെ പോരടിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ ഒരു ബ്രദറായി കണ്ടില്ലെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായി കണ്ടൂടെ? അല്ലെങ്കിൽ അതെങ്ങനാ? ഞാനൊരു അനാഥനല്ലേ? അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത്? രമണി, നീയാണോ ഹോയി വിട്ടത്? ഞാനല്ല. ഇനി എന്നെ എന്തെങ്കിലും കുത്തുവാക്ക് പറയുകയോ ദ്രോഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണം റോസിയാന്ന് എഴുതി വെച്ച് ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും. അടിപൊളി, മിടുക്കനാണ് കേട്ടോ. എന്താണ് പേര്? എന്റെ പേര് ടോംസ്. ടോംസ് എവിടെ? എന്തോ അടിമാലി. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്, ഉണ്ട തട്ടി ചത്തു. മനസ്സിലായോ? ഏതിനാ പഠിക്കുന്നു പറഞ്ഞു? നഴ്സിംഗ് പഠിക്കുന്നു. ഏത് ഇയറായി? സെക്കൻഡ് ഇയർ. റെഡി, ആക്ഷൻ. റോസിക്ക് എന്റെ സ്വഭാവം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ റോസി എവിടെന്നെങ്കിലും എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. ഓ, പഠിക്കാനല്ല ഇവൻ കോളേജിൽ പോകുന്നത്, തവള പിടിക്കാനാണ് വല്ല പാടത്ത് പോയാ പോലെ. പ്രാന്തുള്ള സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ? അമ്മമ്മ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പ്രാന്തെങ്ങാനും കൂടി അവർ ഹാർട്ടിനെ ബാധിച്ച് കരളിനെ ബാധിച്ചാലോ? അങ്ങനെയല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് ആയി അത് കരളിനെ ബാധിച്ചാലോ? അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. അതെങ്ങനെയാ? ഞാനിവിടെ വന്നപ്പോ മുതൽ റോസി എന്നെ ഇവിടെ പീഡിപ്പിക്കല്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ജോഫിയുടെ ഡ്രസ്, ജോൺഫിയുടെ ഡ്രസ് എടുത്ത് ഫ്രെഡി തരാൻ പറഞ്ഞപ്പോ റോസി അത് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായി കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായി കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ. അതുകൊണ്ടോ? മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. ഹിപ്പ് മൂവ്മെന്റ് വേണം സർ. ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ റോസി എന്നെ ഇവിടെ പീഡിപ്പിക്കുകയല്ലേ? പിന്നെ എന്താ, ജോൺഫിയുടെ ഡ്രസ്സ് എടുത്ത് ഫ്രെഡി തരാൻ പറഞ്ഞപ്പോ റോസി അതെനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായി കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായി കണ്ടുകൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ. ആർക്ക് വേണേലും എന്നെ ഇവിടെ ഇട്ട് തട്ടി കളിക്കാലോ. ഇനി എങ്ങനെ ഓരോ കുത്തുവാക്ക് പറഞ്ഞെന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല കടുങ്ങുകയും ചെയ്യും. നോക്കിക്കോ. ഉണ്ട്. ഇനി ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഞാൻ റോസിയുടെ പേര് എഴുതി വെച്ച് ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. നോക്കിക്കോ. നിന്റെ പരിശ്രമം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ കയറി വരുമെന്നും ഈ നിലയിലെത്തുന്നു. എന്തേ ഇത്ര ലേറ്റ് ആയേ? ഇവിടെ ഒരാള് കുറെ കണ്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നിൽക്കൊണ്ട് പോവാൻ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു.
എന്താ മോൻ്റെ പേര്? അരവിന്ദ്. അരവിന്ദ്. എവിടെ നാട്? ചങ്ങനാശ്ശേരി. ഏത് ക്ലാസ്സിലൂടെ പഠിക്കുന്നു? ഇപ്പം BGS ഫസ്റ്റ് ഇയർ. ഓക്കെ. പാട്ട് പാടും? ഇല്ല. ഡാൻസ്? ഇല്ല, ഡാൻസ് ഇല്ല. കഥകളി. കഥകളി. ആ ഹാ ഹാ. അപ്പോൾ കഥകളിയുടെ 2 മുദ്ര കാണിക്കാൻ പറ്റും. ആ, അർത്ഥചന്ദ്രൻ, മുദ്രാഖ്യം, ആ ഹാ. പിന്നെ കൃഷ്ണമുദ്ര. വെരി ഗുഡ്. അപ്പോൾ നമുക്കിപ്പോൾ ആക്ടിങ്ങിലേക്ക് പോവാം. സിനിമ കണ്ടായിരുന്നോ? അതെ. റെഡി, ആക്ഷൻ. സ്റ്റാർട്ടിങ് വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്കും. നന്ദനാന്ന് പറഞ്ഞു കൊടുത്തേ. റോസിക്ക് സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസി ഇവിടുന്ന് എങ്ങോട്ടേലും പൊക്കോ. റോസിക്ക് എന്റെ സ്വഭാവവും പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസി എങ്ങോട്ടേലും പൊക്കോളൂ. അത് ആ സാധനം അങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടിട്ട് ആളൊരു മിടുക്കനാണ് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്. അമ്മാമ്മ എന്തോരം നിർബന്ധിക്കാന്നറിയാമോ ഞാൻ ഈ ചട്ടമുണ്ടി എടുത്തിട്ട്? ഒരു പ്രാന്തുള്ള സ്ത്രീക്ക് ഒരല്പം സന്തോഷം കൊടുത്തെന്ന് വെച്ച് അത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മാമ്മ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് പ്രാന്തെങ്ങാനും കൂടി ഹാർട്ട് അറ്റാക്ക് വന്ന് അത് കരഞ്ഞെ ബാധിച്ചാലോ? അതങ്ങനെയാ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ റോസ് ഇനി ഇവിടേക്ക് പീഡിപ്പിക്കല്ലേ? ഒരു അനാഥ ആയോണ്ടല്ലേ? എന്റെ ആക്ട് നന്നായിരുന്നില്ലേ? ഇതുപോലെ നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച അത്ര നന്നായിട്ടില്ല. അതെ, ഇവിടെ വിചാരിക്കാൻ വേറെ ആളുണ്ട്. ഫ്രെഡി, അതാണൊരു ഇത്തിരി ഇത് കട്ടിയില്ലേ? അത് നന്ദൻ എന്ന് പറഞ്ഞു കൊടുത്ത നമ്മള്. ജോൺ ഫീയുടെ ഡ്രസ് എനിക്ക് തരാൻ പറഞ്ഞിട്ട്, അല്ല ഫ്രെഡി പറഞ്ഞിട്ട് അവനെ തെറ്റിക്കാനല്ല പറഞ്ഞത്. ജോൺ ഫീയുടെ ഡ്രസ് എനിക്ക് തരാൻ ഫ്രെഡി പറഞ്ഞിട്ട് റോസി എനിക്ക് തന്നോ? ഡോൾഫിന് ഡോൾഫിനോ? മതി മതി, ഇനി പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ജോൺ ഫീയുടെ ഡ്രസ് എടുത്ത് തരാൻ ഫ്രെഡി പറഞ്ഞിട്ട്. ആരുടെ? ജോൺ ഫീയുടെ ഡ്രസ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് റോസി അതെനിക്ക് എടുത്ത് തന്നോ? അല്ലെങ്കിൽ എങ്ങനെയാ? ഞാനൊരു അനാഥയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാരും എന്നെ എനിക്ക് തട്ടിക്കളിക്കുന്നത്. ഇനിയെങ്ങാനും എന്നെ ഒരു കുത്തുവാക്ക് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ റോസിയ എല്ലാத்தைയും കാരണക്കാരി എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്യും കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ സ്നേഹിക്കുന്നത് കലയെ. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. എന്താണ് പേര്? ഞാൻ അശ്വിൻ. അശ്വിൻ. എവിടെ അശ്വിന്റെ സ്ഥലം? ആലപ്പുഴയാണ്. ആലപ്പുഴ. ഏതിനാ പഠിക്കുന്നു? ഇവിടെ ഞാനിപ്പോൾ ഇന്റാണ്. റെഡി, ആക്ഷൻ. റോസി. റോസിക്ക് എന്റെ സ്വഭാവം പ്രവർത്തികൾ ഇഷ്ടമാകുന്നില്ലെങ്കിൽ റോസി ഈ വീടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങി പൊക്കോളൂ. റോസിക്ക് അറിയാവോ ഭ്രാന്തുള്ള എന്റെ? ഈ ചട്ടയുടെ കാര്യം പറഞ്ഞില്ല. റോസിക്ക് അറിയാവോ ഞാൻ ഈ ചട്ടയും മുണ്ടും ധരിക്കുന്നത് ഭ്രാന്തുള്ള അമ്മമ്മയ്ക്ക് പറഞ്ഞപ്പോ ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. ഭ്രാന്ത് കൂടിയ സ്ത്രീയെ ഭ്രാന്ത് കൂടിയ അമ്മാമ്മ ഇപ്പൊ കാണിച്ച ആക്ഷൻ ഗംഭീരമായിട്ടും കേട്ടോ. നോക്കട്ടെ കാണിച്ചത് നാച്ചുറലായിട്ട് എടുത്തുള്ളൂ. ഓക്കെ. ഹാർട്ട് അറ്റാക്ക് വന്ന് കരളിനെ ബാധിച്ചാലും കരളിനെ ബാധിച്ചാലും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഞാനിവിടെ വന്ന നാൾ മുതൽ റോസി എന്നെ പീഡിപ്പിക്കുകയാണ്. റോസിയോട് ഞാൻ എന്ത് തെറ്റായി ചെയ്തത്? ജോൺ ഫീയുടെ ഡ്രസ് ഫ്രെഡി എടുത്ത് തരാൻ പറഞ്ഞപ്പോ റോസി എനിക്ക് തന്നായിരുന്നു. റോസി അല്ലേ? റോസി. റോസി ആയിരിക്കും. ഓക്കെ, ശരി. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. റോസിക്ക് അറിയാവോ ഞാൻ 1ാം ക്ലാസ്സിലെ പിള്ളേരെ എഴുന്നേറ്റ് ഇത് പറയുന്നതൊക്കെ നല്ലതാ. ചട്ടയും മുണ്ടും ധരിക്കുന്നത് അമ്മാമ്മയ്ക്ക് സന്തോഷം. അയ്യോ, എന്നിട്ട് സന്തോഷമായ അമ്മാമ്മയ്ക്ക്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പറഞ്ഞേ, തെറ്റായി പോയോ? കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പറഞ്ഞേ, അതെന്ത് വന്നത്? അത് നീ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അത് ഉറക്കം 3 പ്രാവശ്യം പറ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അല്ല, ബ്ലഡ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മാറ്റക്കേസ് ഉണ്ടാക്കിട്ട് വന്ന് നിക്ക പോങ്ങൻ.
ആരാ നാട്ടുകേസ് ഉണ്ടാക്കിയത്? ഇയാള് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. നീ കൈയെല്ലാം കൂടെ പിടിച്ച് ഒടിച്ചു വെക്കുമല്ലോ. റോസി ഞാനിവിടെ എന്റെ കൈയിട്ട് പോകുന്നു. ഞാനിവിടെ വന്ന അന്ന് മുതൽ റോസി എന്നെ പീഡിപ്പിക്കുകയല്ലേ. റോസിയോട് ഞാൻ എന്താ ചെയ്തത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ജോൺ ഫീയുടെ ഡ്രസ്സ് ഫ്രെഡി എടുത്തു തരാൻ പറഞ്ഞിട്ട് റോസി എനിക്ക് തന്നായിരുന്നു. റോസിക്ക് എന്നെ ബ്രദറായിട്ട് കാണാൻ വയ്യ, അല്ലെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ടെങ്കിലും കണ്ടുവിടെ. അതെങ്ങനെ? ഞാനൊരു അനാഥനല്ലേ? ഞാനൊരു അനാഥനല്ലേ? ആർക്കും ആർക്ക് വേണേലും തട്ടിക്കളിക്കാമല്ലോ. ഇനി എന്നെ കുത്തുവാണെങ്കിൽ അല്ലേ? എന്റെ പൊന്നോ, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എന്നെ കുത്തുവൊക്കെ പറയുകയാണെങ്കിൽ റോസിയുടെ പേര് എഴുതി ഞാൻ കത്തെഴുതി എന്തെങ്കിലും ചെയ്യുന്നു. യെസ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു. എല്ലാവരും ഭയങ്കര രസകരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞതുപോലെ വിചിത്രമായ കുറേ ആൾക്കാരെയാണ് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. ഒരാൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പ്രത്യേകതരം ചിരി, ഒരാൾ ചിരിച്ചിട്ട് കരയുക എന്നൊക്കെ ഭയങ്കര രസകരമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞതൊക്കെ വേറെ രീതിയിൽ ഇല്ലത്തുനിന്നൊക്കെ വന്ന് പറഞ്ഞാണ് കൊണ്ടായിരുന്നു. എന്തായാലും വളരെ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രൈസ് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. എങ്കിലും ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് സെക്കൻഡും ഒക്കെ നമ്മൾ നോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായി വിളിക്കുന്നു സ്നേഹ. സ്നേഹയാണ് ഏറ്റവും വിചിത്രമായ ചിരിയുടെ ഉടമ. സ്നേഹയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്, മറിയാസ് നാച്ചുറൽസിൻ്റെ നാച്ചുറൽ ഹെയർ ഓയിൽ അടങ്ങിയ ഒരു ഹാമ്പർ കിറ്റാണ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ ഡിജോ. നിനക്ക് മോസ്റ്റ് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, വളരെ റിസർവൊക്കെ ചെയ്തു കേട്ടോ. എൻ്റെ ആക്ഷൻ ഒന്ന് കാണിച്ചേ. മറ്റേ ആദ്യത്തെ കൈയടിക്കും. അടിപൊളി. ശരി, ഓക്കെ. ഇനി നമ്മൾ വിളിക്കുന്നു മിസ് നന്ദന. കൺഗ്രാറ്റ്സ്. വാൾസ്റ്റൺ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ എ ഹെൽത്തിയർ ലിവിങ്. വാൾസ്റ്റൺ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ അശ്വിൻ. ഇദ്ദേഹം നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് അഭിനയത്തിന് പുതിയൊരു തലം കാണിച്ചു തന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപൂൾ നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അല്ല സർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾ വളരെ മനോഹരമായിരുന്നു. 2 എപ്പിസോഡുകളിലും ഗംഭീരമായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത എപ്പിസോഡിലെ കുട്ടികളായാലും ഈ പ്രാവശ്യം വന്ന കുട്ടികളായാലും ഭയങ്കര രസകരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. വളരെ കോപ്പറേറ്റീവായിരുന്നു. ഏതായാലും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, പക്ഷേ നമുക്ക് അടുത്തൊരു കോളേജിൽ മറ്റൊരു എപ്പിസോഡുമായി കാണണം. ഇപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ട്. സോ തൽക്കാലം വിട പറയുകയാണ്. ഗുഡ് ബൈ.